നമ്മളെ എന്താണോ ഷേപ്പ് ഞാൻ ഷേപ്പ് ഒന്ന് ട്രേസ് ചെയ്ത് വരച്ചതിന് ശേഷം അത് വന്ന് കട്ട് ചെയ്തെടുക്കും. അതിന് കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഓരോ കളറിനനുസരിച്ച്. ഇതിപ്പോ കസ്റ്റമർ തന്നിട്ടുള്ള ഡിസൈനാണ്. ഓക്കെ, ചില ഏരിയയിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതുപോലെയൊക്കെയോ പക്ഷെ നമ്മൾ ഷോ പീസായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ കോംപ്ലിമെന്റ് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ലൈറ്റ് വരുമ്പോൾ ഇങ്ങനെ വരും. അതെ, ആ സമയത്ത് ആ ജോയിന്റ് നമ്മൾ ചെയ്തേക്കുന്ന ജോയിന്റ് എല്ലാം ഒരു ഡാർക്ക് വരകൾ പോലെ തോന്നും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ജ്വല്ലറികൾക്കുള്ള 90 ഡിഗ്രി കൗണ്ടർ ചെയ്യുന്നു എന്നുള്ളത് ഗ്ലാസ്. അത് ഇത്തരം വർക്കുകളാണ്. അതിപ്പോ ഇങ്ങനെ ഇവിടെ വന്നിട്ട് മടങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇരിക്കും. സുനിലേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ചാനൽ തീരെ വന്നിട്ടില്ലാത്ത, അതായത് വേറെ യൂട്യൂബ് ചാനലൊന്നും വരാത്ത ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളൊന്ന് പരിചയപ്പെടുത്താമോ ആദ്യം ഒന്ന്? എൻ്റെ പേര് സുനിൽ കുമാർ. നമ്മൾ ഗ്ലാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇന്റീരിയറിൽ വരുന്നത് ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ്, പിന്നെ ടഫൻ ഗ്ലാസ് വർക്കുകൾ, ഗ്ലാസ് ബെൻഡിങ്. മെയിൻലി ചെയ്യുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചർച്ചുകളിലെ സ്റ്റെയിൻ ഗ്ലാസ് വർക്കുകൾ, അതേപോലെ ഗ്ലാസ് ബെൻഡിങ്, സ്റ്റെയർ കേസ്, ഇതാണ് മെയിൻലി ചെയ്യുന്നത്. പിന്നെ കസ്റ്റമർ ഗ്ലാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് വർക്ക് പറഞ്ഞാലും മാക്സിമം നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന വർക്കുകളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതിപ്പോൾ കേരളത്തിൽ എവിടെയായിരുന്നാലും ചെയ്യാണോ, എങ്ങനെയാണ് നമ്മുടെ വർക്ക് എന്ന് പറയുന്ന സൈറ്റ് ഒതുങ്ങി തീരുന്നത് എവിടെയാണ്? അതായത് വീടുകളിലെ ഇന്റീരിയർ, വീടുകളിലേക്ക് വരുന്ന വർക്കുകൾ അത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ചർച്ചുകളിലെ വർക്ക് എന്ന് പറഞ്ഞല്ലോ സ്റ്റെയിൻ ഗ്ലാസ്, ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ് വർക്കുകൾ, അത് നമുക്ക് കേരളം എന്നില്ല, ഇന്ത്യ എന്നില്ല, ഇന്ത്യക്ക് പുറത്തും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇപ്പൊ ചെയ്യുന്നത് മൊസാംബിക്കിലേക്കാണ്. മൊസാംബിക് ആഫ്രിക്കയിൽ. ഓക്കെ, ചർച്ചിന്റെ വർക്കാണ്. ഈ സ്റ്റെയിൻ ഗ്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അധികം മനസ്സിലാവണമെന്നില്ല, എല്ലാവർക്കും ഇല്ല, കുറച്ചെങ്കിലും ആൾക്കാർക്ക് അത് മനസ്സിലാവത്തില്ല. അത് എന്താണ് സ്റ്റെയിൻ ഗ്ലാസ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്? സ്റ്റെയിൻ ഗ്ലാസ് വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ നമ്മുടെ ഓഫീസിലൊക്കെ ഈ കാണുന്നുണ്ടല്ലോ ഈ വർക്ക്, ഇത് ചർച്ചിനൊക്കെ മെയിൻലി ചർച്ചിനൊക്കെയാണ് ഇത് ചെയ്യുക. ചർച്ചുകൾക്ക്, പിന്നെ വീടുകളിലെ ചില പ്രത്യേക ഏരിയയിൽ അവരെ പ്രയർ റൂമിന്റെ ഏരിയയിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യും. പിന്നെ ഈ ഡോറിൽ ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഡിസൈൻ ഡോറിന്റെ, പിന്നെ ഈ നമ്മുടെ ഈ ഓഫീസിലുണ്ട് അത് ഇങ്ങനെയുള്ള വർക്കുകൾ. ഈ വർക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലാസ് കട്ട് ചെയ്ത് ചെയ്യണതാണ് അല്ലേ? അതെ, ഗ്ലാസ്. അതിൽ കാണുന്ന ഓരോ കളറുകളും ഒരേ കളർ ഗ്ലാസുകളാണ്, കളർ ചെയ്യുന്നതല്ല. കളർ ചെയ്യുന്നതല്ല, ഗ്ലാസുകൾ കളറായിട്ട് കട്ട് ചെയ്തിട്ട് അത് ലെഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തെടുക്കുന്നത് അല്ലേ? ഇത് ട്രഡീഷണൽ സ്റ്റെയിൻ ഗ്ലാസ് എന്നാണ് പറയാ. അതായത് പുരാതന കാലം മുതലേ ഉള്ള സ്റ്റൈലാണിത്. ശരിക്കും അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലല്ല, അത് യൂറോപ്യൻ സ്റ്റൈലാണ്, പുറത്തുനിന്നുള്ള പണ്ട് തൊട്ടേ കാണുന്നതാണ്. നമ്മുടെ അവിടെ ഇപ്പൊ വ്യാപകമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കൂടുതലും പള്ളികളിലാണ് ചെയ്യുന്നത്, അപ്പൊ വീടുകളിലും ചെയ്തു വരുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഡിസൈൻ ചെയ്ത് തരികയാണെങ്കിൽ, അതായത് അവരുടെ ഒരു ഐഡിയ തരികയാണെങ്കിൽ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. മാക്സിമം നമ്മൾ ചിലപ്പോൾ ചില കളറുകളും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നില്ല. കാരണം ഇവര് ഗൂഗിൾ നോക്കി നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് കുറെ ഫോട്ടോസ് തരും. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോൾ ആ കളറുകൾ നമുക്ക് കിട്ടുന്നില്ല. അതൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള കളർ ചിലപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ പക്ഷെ മാക്സിമം നമ്മൾ അതിനോട് സപ്പോർട്ട് ചെയ്തിട്ട് കിട്ടാവുന്ന കളറുകൾ ഉപയോഗിച്ച് നമ്മൾ അത് ചെയ്തു കൊടുക്കും. പിന്നെ ഇതിൽ ഇത്തരം വർക്കുകൾ ചെയ്യാറുണ്ട് അല്ലേ? ഇത് ഇങ്ങനെ കോംപ്ലിമെന്റ് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഇത് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ മണി പ്ലാന്റ്, ഇൻഡോർ പ്ലാന്റ്. ഇതിപ്പോ ഈ നമ്മുടെ വിൻഡോന്റെ അവിടെയൊക്കെ ഇപ്പൊ നമ്മുടെ പലരും വിൻഡോന്റെ സൈഡിലൊക്കെ കുറച്ച് ചെടികളൊക്കെ വെച്ച് ചെയ്യുന്ന ഇതുണ്ടാവും. അതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഒരു പീസ് ഞാത്തിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര പുറത്തുനിന്നുള്ള ലൈറ്റ് അടിക്കുമ്പോൾ കാണാൻ ഭയങ്കര കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും. അതെ. ഇതും അതുപോലെ തന്നെ. ഇല്ല, ഇത് എന്ന് പറയണത് ഇപ്പോ ചില ഒരു സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ വരുമ്പോ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ പിന്നെ നമ്മൾ ഗ്ലാസ് മൊത്തം സെന്റർ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൽ ഫ്രെയിം ചെയ്ത് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ചെയ്തിട്ടുള്ളത്, അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യണതാ. ബോട്ടില് ഹീറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാ. ബിയർ ബോട്ടിലാണ് അല്ലേ ഇത്? ബിയർ ബോട്ടിലാണ്. അതിപ്പോ ഒരു മണി പ്ലാന്റ് വെക്കാനുള്ള ബേസിനായി മാറി. അതെ. ഇതൊക്കെ ഒത്തിരി സമയത്തെ പ്രോസസ് ആണല്ലേ ഇത് ചെയ്തെടുക്കുന്നത്? ഇത്
പ്രോസസ്സാണ്. ഇത് ഒരു 3 ദിവസമൊക്കെ പിടിക്കും ഒരു ബാച്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു ബാച്ചിൽ നമുക്ക് എത്ര എണ്ണം അറ്റ് എ ടൈം ഇറക്കാൻ പറ്റും? അറ്റ് എ ടൈം വരെ നമുക്കൊരു ബാച്ചിൽ ഒരു 40-50 അതിൻ്റെ ഉള്ളിൽ ഇറക്കാം. കുറച്ച് വേസ്റ്റ് ആവും, കാരണം ഇത് പലതിനും പല തിക്നെസ് ആയിരിക്കും ബോട്ടിലുകൾക്ക്. അപ്പൊ ചിലത് പെട്ടെന്ന് ഹീറ്റ് ആയിട്ട് പോയിട്ട് ഇതേമാതിരിയൊക്കെ ആവും, ഇതുപോലെയൊക്കെ. പക്ഷെ അത് നമ്മൾ ഷോ പീസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ലൊരു ഷേപ്പ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് ഷോ പീസ് ആയിട്ട് ഉപയോഗിക്കാം, കാരണം ഇത് ഇങ്ങനെ ഒരെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ. ഇത് ഇതേമാതിരി ഒരു വേറെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല, വേറൊരു ടൈപ്പിലാണ്. ചേട്ടാ, നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും കാണുന്നത് പോലെ വരത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊന്ന് നേരിട്ട് കണ്ടു നോക്കിയാലോ? ശരി. അപ്പൊ നമുക്ക് വർക്കുകൾ ചെയ്യണത് എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇതാണ് നമ്മുടെ വർക്കിംഗ് ഏരിയ അല്ലേ, വർക്കിംഗ് യൂണിറ്റ്? അതെ ഇതാണ്. എത്ര സ്റ്റാഫുകളുണ്ട് ഇവിടെ? 14 പേര്. നമ്മൾ എത്ര വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? ഇത് 27ാമത്തെ വർഷമാണ്. 27ാമത്തെ വർഷം. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 5 വർഷമായിട്ട്. ഇതിപ്പോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. മുമ്പ് മണ്ണുത്തിയിലായിരുന്നു സ്ഥാപനം, അവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. നമ്മുടെ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയാമോ? ഇത് നമ്മുടെ തൃശ്ശൂര് അത്താണിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ, ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് മേൽപ്പാലം കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ 2ാമത്തെ ഗേറ്റ് നേരെ വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ക്രിസൽ. ഓക്കെ ഏട്ടാ, നമുക്ക് അകത്തെ കാഴ്ചകളൊന്ന് കാണാമല്ലോ. ഇതിപ്പോൾ പുതിയ ഗ്ലാസ്സുകൾ വന്നിട്ട് അതിപ്പോൾ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് പൊളിച്ചെടുക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് വർക്കിങ്ങിനുള്ള ഗ്ലാസ്സുകൾ, പുതിയ വർക്കിന് വന്നിട്ടുള്ള ഗ്ലാസ്സുകളാണ്. ഈ ഇരിക്കുന്നതെല്ലാം അതാണ്? അതെ, ഇരിക്കുന്നതെല്ലാം അതാണ്. ഇതിപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനുകളാണ്. ഇതെല്ലാം ചെറിയ പീസുകൾ, നമ്മൾ നേരത്തെ കണ്ട മാതിരിയല്ല. ചെറിയ പീസുകൾ കട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. കുറച്ച് ടൈം പിടിക്കുന്ന വർക്കാണിത്. ഇതേമാതിരി കട്ട് ചെയ്യണത് കണ്ടിട്ടില്ല. ഇതേമാതിരി വരയ്ക്കും. ഫസ്റ്റ് വരയ്ക്കും. നമ്മൾ എന്താണോ ഷേപ്പ് വെച്ചാൽ ഷേപ്പ് കൊണ്ടുവന്ന് ട്രേസ് ചെയ്ത് വരച്ചതിന് ശേഷം അത് വന്ന് കട്ട് ചെയ്തെടുക്കും. ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓരോ കളറിനനുസരിച്ച് ഓരോ പീസ് കട്ട് ചെയ്തെടുത്ത് അത് ജോയിൻ ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ്, കളർ പോകില്ല. ഗ്ലാസിന്റെ തന്നെയാണ് കളർ, സോളിഡ് കളറുകളാണ് ഇതെല്ലാം. ഇതിപ്പോ ഒത്തിരി പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടിയുണ്ട് അല്ലേ? ഇത് മുഴുവൻ ഇപ്പൊ ഏകദേശം ഒരു 4 ദിവസത്തെ വർക്കാണ്. 4-5 ദിവസത്തെ വർക്കാണ് ഇത്. ഇത്രേ ആയിട്ടുള്ളൂ. ഇനി ഇത് ജോയിൻ ആയിട്ടില്ല, കട്ടിങ് കഴിയണുള്ളൂ. ഇത് കസ്റ്റമർ ആരാണ് വരുന്നത്? ഇതിന്റെ കസ്റ്റമർ ആരാണ്? ഇത് ചിറ്റിലഞ്ചേരിയിലുള്ള ഒരു കസ്റ്റമറാണ്, പാലക്കാട് ജില്ലയില്. ചർച്ചിലേക്കല്ല, വീട്ടിലേക്കാണ്. ഇതിന്റെ ഡിസൈൻ അവർ തരുന്നതാണോ, നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണോ? അല്ല, ചിലപ്പോൾ കസ്റ്റമർ ഡിസൈൻ തരും. ഇതിപ്പോ കസ്റ്റമർ തന്നിട്ടുള്ള ഡിസൈനാണ്. ചില ഏരിയയിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് ചെയ്യണേ. ഗ്ലാസ് ജോയിൻ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതുമ്മ ഇനി സോൾഡറിങ് വരും. ഇതിപ്പോ ഇതിന് ഗ്ലാസ്സിൽ ഇത് ഒട്ടിക്കുന്നത് എന്താണ്? അത് കോപ്പർ ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിലാണ് സോൾഡ് ചെയ്യുന്നത്. കോപ്പറിനെ സോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ. ഓരോ ഗ്ലാസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം അല്ലേ? ഇത് ടൈം പീരീഡ് എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് നിങ്ങൾക്കൊരു വർക്ക് തന്നു, ഒരു ഡിസൈൻ തന്നു, അപ്പോൾ അതെങ്ങനെയാണ് അതിന്റെ ടൈം പീരീഡ് നിങ്ങൾക്ക് വരുന്നത്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാലേ അത് ഒരു ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഹെവി വർക്ക് ഒക്കെ ആണെങ്കിൽ ഒത്തിരി സമയം പിടിക്കും അത് പറയാനായിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ അതുകൂടി നമ്മൾ നോക്കിയിട്ടാണ് ഒരു ടൈം പീരീഡ് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി ഡേറ്റ് ഇട്ടിട്ട് ഒരു വർക്ക് എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു മാസം പറഞ്ഞിട്ട് ഡേറ്റ് ഇട്ടുണ്ടാവും. എങ്ങനെ പോയാലും കുറച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് കൂടുതൽ എന്തായാലും ഒരു വർക്ക് ഒരു സൈറ്റിലത്തുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഡേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആദ്യം നമുക്ക് ടൈം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഡിസൈൻ കാണണം, അളവ് കിട്ടണം, എന്നാലാണ് നമുക്ക് ഒരു ടൈം പറയാൻ പറ്റും. ചിലപ്പോൾ ഈ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഡിസൈൻ കണ്ടാലേ പറയാൻ പറ്റും. ആ ഡിസൈൻ അനുസരിച്ച് കസ്റ്റമർ തരുന്ന ഡിസൈൻ അല്ലാതെ നിങ്ങൾക്ക് കുറച്ച് പാറ്റേൺസ് ഉണ്ടാവുമല്ലോ. അതായത് അവർക്ക് കാണിച്ചു കസ്റ്റമർ ചിലപ്പോൾ നമുക്ക് ഐഡിയ തരും, അവർക്ക് ഇന്ന കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്ലാസിന്റെ സ്റ്റെയിൻ ഗ്ലാസിനെ കുറിച്ചിട്ട്. ഇതിലിപ്പോൾ ഇതേപോലെയാണ് ഗ്ലാസ്സുകൾ വരിക. കളർ ഒരിക്കലും ഫെയ്ഡ് ആവില്ല. അതായത് ഇത് നമ്മൾ കളർ ചെയ്യുന്നതല്ല, അതായത് ഓരോ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള കളറുകളായിരിക്കും അതുണ്ടാവുക. ഓരോ ടെക്സ്ചറിനനുസരിച്ച് ഇപ്പോൾ മേഘങ്ങളായാലും ഫ്ലോർ, ഇപ്പോൾ പുൽത്തകടി പോലെയുള്ള കാര്യങ്ങളായാലും അതിനെല്ലാം അതിനനുസരിച്ച് ഉള്ള ഗ്ലാസ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു വേറൊരു ടൈപ്പാണ്. പച്ച ഇതിൻ്റെ വലിയ ഷീറ്റിലാണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ
ഇതേപോലെയുള്ള ഇതൊക്കെ ഫ്യൂസിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളാണ്. അതായത് ഉരുക്കാനും ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളാണ് ഇതെല്ലാം. ചില ഫ്യൂസിങ് വർക്കുകൾ വരും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് മേഘങ്ങൾ എന്ന് പറഞ്ഞ ആ മേഘങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് അതേ ടെക്സ്ചർ വരുന്ന ഗ്ലാസ്, അതിനനുസരിച്ചുള്ള ഗ്ലാസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ മേഘങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഗ്ലാസ്സുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ശരിക്കും ആ മേഘങ്ങളുടെ അലകളും ആ ഒരു ഒക്കെ ഇതിലേക്ക് വരും. അപ്പോൾ നമ്മളിത് മേഘങ്ങളൊന്നും കളർ ചെയ്ത്, ഞാൻ കരുതിയത് വാട്ടർ കളർ ചെയ്ത് ഇതുപോലെ തോന്നും. അത് ഗ്ലാസ്സിൽ തന്നെ ഗ്ലാസ്സിൽ തന്നെ വരുന്നതാണ് ഇങ്ങനെ. അതാണ് നമ്മൾ ഫെയ്ഡ് ആവില്ല എന്ന് പറയുന്നത്. പിന്നെ വേറെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിന്റെ വേറൊരു കളറാണ്. മുകളിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരേ കളറല്ല, വ്യത്യസ്ത കളറുകൾ ടെക്സ്ചറുകൾ ഇട്ടാലാണ് ആ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുക. സ്കൈയിലായിരുന്നാലും ഡാർക്ക് പോർഷൻ ലൈറ്റ് പോർഷൻ വരുന്ന അതിനനുസരിച്ചുള്ള ഗ്ലാസ്സുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, സ്കൈ എന്ന് പറഞ്ഞത് ഞാനൊരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഡ്രസ്സായാലും ഇപ്പോൾ ഫിഗറുകൾ ചെയ്യുമ്പോൾ ഡ്രസ്സിനായാലും അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസൈനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും അതിന് ഉപയോഗിക്കാൻ പറ്റും. ഓരോന്നിനും ഓരോ ടെക്സ്ചർ ഗ്ലാസ്സുകൾ. അതെ. നമ്മൾ കളർ കൊണ്ട് പടം വരയ്ക്കുന്നത് പോലെ ഗ്ലാസ് കൊണ്ട് പടം വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അതെ. ഇതിപ്പോൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ചർച്ചിലത്തേക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഡ്രോ ചെയ്തതിന് ശേഷമാണ് ഇതിന് മുകളിൽ ഗ്ലാസ് കട്ട് ചെയ്ത് ഇപ്പോൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിന് ഇപ്പോൾ കട്ട് ചെയ്യാനുള്ള ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡ്രോ ചെയ്യുന്നത്. ആ ഷേപ്പിനനുസരിച്ച് പിന്നെ ഗ്ലാസ് കട്ട് ചെയ്യും. ഈ പിക്ചറാണ് വരിക. ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പിക്ചർ കിട്ടും അല്ലേ? ഇത് മൊത്തം വലിയ വേറൊരു വർക്കാണ്. സൂമൗട്ട് ചെയ്യണം, ഒന്ന് സൂമൗട്ട് ചെയ്യണം. ഇങ്ങനെയാണ് വരിക മൊത്തം ഫിനിഷ് ചെയ്ത് വരുമ്പോൾ. ഇത്രയും പീസുകളുണ്ട്, 23 പീസുണ്ട്. 23 പീസും ഫിറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഇതിലേക്ക് വരും. അതിന്റെ സെന്ററിൽ വരുന്ന ഈ ഒരു ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ടോപ്പിൽ വരുന്നത് ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്യാനുള്ള സ്റ്റൈലിൽ ഡ്രോയിങ് കഴിഞ്ഞു. ഇനി കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. ഇനി ഗ്ലാസ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കലല്ല, ഗ്ലാസ് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഫേസ് ഒക്കെ വരയ്ക്കണം, ഫിഗർ വരയ്ക്കണം. മൊത്തം എല്ലാ പീസും ഡ്രസ്സിന്റെ ഡീറ്റെയിൽ എല്ലാം വരച്ചതിന് ശേഷം ഫർണസിൽ വെക്കണം. ഫർണസിൽ വെച്ച് 670-700 ഡിഗ്രിക്കുള്ളിൽ പിന്നെ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പൊ അതിലെല്ലാം ഉരുകി പിടിക്കും. അതായത് ഇപ്പൊ ഈ കാണുന്ന അതേ സ്കിൻ ടോണും കാര്യങ്ങളും ഷെയ്ഡും ഡാർക്കും എല്ലാം നമ്മൾ വരച്ചെടുക്കും, ഗ്ലാസ്സിൽ വരച്ചെടുക്കും. അങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജാണത്. അത് വരച്ച് അതിന് ഗ്ലാസ് കട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്ലെയിൻ ഗ്ലാസ്സിൽ നമ്മൾ ഇത് വരയ്ക്കും. ബ്രഷിലാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രഷ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് ഇതിന് മുകളിൽ ഇനി പ്ലെയിൻ ഗ്ലാസ് വെച്ചിട്ട് വരയ്ക്കും. പ്ലെയിൻ ഗ്ലാസ് നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുക. നമ്മൾ ക്യാൻവാസിൽ വരയ്ക്കുന്ന പോലെ തന്നെ ബ്രഷിൽ വരയ്ക്കും. അതിന് ഉപയോഗിക്കുന്ന പെയിന്റ് ഏതാണ്? അത് പെയിന്റ് ഇമ്പോർട്ടഡ് പെയിന്റ് ആണ്, ഒരു പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മൾ ഹീറ്റ് ചെയ്യും. ഇതിൽ വെച്ച് ഹീറ്റ് ചെയ്താലാണ്, അല്ലെങ്കിൽ അത് ഇളകി പോകുന്ന ഒരു സാധ്യത ഉണ്ട്. നമ്മൾ ഫർണസിൽ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് ചെയ്യും അല്ലേ ഇത്? അതെ. എത്ര വർഷം വരെ നമുക്ക് ഇത് നിൽക്കും? അതൊരു എത്ര വർഷം എടുക്കും? ലൈഫ് ലോങ് നിൽക്കും. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം, വരയ്ക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫർണസിലേക്ക് വെക്കും. ഈ ഫർണസിലേക്ക് വെച്ചിട്ട് നമ്മൾ അത് 670 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യും. 670 ഡിഗ്രി ഹീറ്റ് ചെയ്യും. ആ ഹീറ്റ് ചെയ്യുമ്പോഴോട് സമയത്ത് സ്റ്റെയിൻ ഗ്ലാസുമായിട്ട് ആ പെയിന്റ് മൊത്തം ഉരുകി പിടിക്കും, മെൽറ്റായി പിടിക്കും. അതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും ട്രഡീഷണൽ സ്റ്റെയിൻ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രോസസ്സ്. ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയിലേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വർക്കാണ്. അത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പുറത്തും ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണിക്കും. ലൈറ്റ് വരുമ്പോൾ ഇങ്ങനെ വരും. അതെ, ആ സമയത്ത് ആ ജോയിന്റ് നമ്മൾ ചെയ്തേക്കുന്ന ജോയിന്റ് എല്ലാം ഒരു ഡാർക്ക് വരകൾ പോലെ തോന്നും. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സോളിഡ് കളറായിട്ടുള്ള കളറ്. പക്ഷേ നമ്മൾ ഈ ഷേപ്പുകളുണ്ടല്ലോ, ഈ കാസയുടെ ഷേപ്പ് ഉരുളിച്ചറിയാൻ വേണ്ടിയിട്ടും ഉള്ള ഷേപ്പിലാമാതിരി ഈ ഗോതമ്പ് കതിര്, മുന്തിരി ഇതൊക്കെ വരച്ചിട്ടുള്ളതാണ്. ആ കളർ ഗ്ലാസിന്റെ മുകളിൽ വരച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വരച്ചിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞത്
പോവാതിരിക്കാൻ. ഇതെല്ലാം ബാക്കി ഗ്ലാസ്സുകളാണ് അല്ലേ? ഇതൊക്കെ ഈ ടെക്സ്ചർ ഇതൊക്കെ കാണുന്നത് കളറുകളെല്ലാം കാണുന്നത് ഗ്ലാസ്സുകൾ. ഇത് വേറെ ഡിസൈൻ ആണ് അല്ലേ? അവിടത്തേക്ക് തന്നെയാണ്, അവിടേക്ക് തന്നെയാണ്. അവിടത്തേക്ക് തന്നെയാണ്. 7 ഉണ്ട്, ഇങ്ങനത്തെ 7 സിമ്പിൾസ് ഉണ്ട്. ഇങ്ങനത്തെ 7 എണ്ണം ഉണ്ട്. ഇത് ഫ്രെയിം എങ്ങനെയാ വരുന്നത്? അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫ്രെയിമാണ്. പള്ളിയിലേക്ക് മാത്രമല്ല കേട്ടോ, വീടുകളിലേക്കും ചെയ്യാം നമുക്ക്. വീടുകൾക്ക് വേണമെങ്കിലും ചെയ്യാം. വീടുകൾക്കും ചെയ്യാം. വീടുകൾക്ക് ചെയ്യണ വേറെ ടൈപ്പ് ഡിസൈനുകൾ സാധാരണ വീടുകളിലേക്ക് ചെയ്യുന്ന ഡിസൈനുകളുണ്ട്. അതിപ്പോ കസ്റ്റമർ നേരത്തെ ഞാൻ അവിടെ കാണിച്ചു തന്നില്ലേ, ട്രയാങ്കിൾ പോലത്തെ ചെയ്യുന്നത്, അതേപോലത്തെ. ഇതിപ്പോ ഇത് ചെയ്തിട്ടുള്ളത് രാമേശ്വരത്തേക്കാണ്. രാമേശ്വരത്തുള്ള പള്ളിയിലേക്കുള്ളതാണ്. കുരിശിന്റെ വഴികളാണ് 14 ചെയ്തിട്ടുള്ളത്. 14 കുരിശിന്റെ വഴിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഫിഗറുകളാണ് വരുന്നത്. ഇത് അതിൽ തന്നെ വേറൊന്നാണ് അല്ലേ? അതെ. പിന്നെ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബെൻഡ് ചെയ്യുന്ന ഫർണസ്. ബെൻഡ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റെയിൻ ഗ്ലാസിന്റെ പറഞ്ഞില്ലേ, അത് കൂടുതൽ അളവിൽ നമ്മൾ ഫർണസിൽ വെക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഇതിലും നമ്മൾ ചെയ്യാറുണ്ട്. അല്ലേ? ഗ്ലാസ് ബെൻഡ് ചെയ്യാനാണ് പൊതുവെ ഇത് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് ബെൻഡ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഗ്ലാസ് ബെൻഡ് ചെയ്യാനാണ്. പിന്നെ ഈ പ്രോസസ്സിനും നമ്മൾ ഉപയോഗിക്കും. ചേട്ടാ, ഇത് ഫെയ്ഡായി പോകത്തില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. എന്നാൽ പല ചർച്ചും നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒത്തിരി പഴക്കം ചെന്നിട്ടാവാം, എന്നാലും ഫെയ്ഡായിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഫെയ്ഡായി പോകുന്നത്? അത് ഫെയ്ഡായി പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനത് പറയാൻ പാടില്ലാതാണ്. പക്ഷെ നിങ്ങൾ ചോദിച്ച കാരണം കൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറയണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ചോദിച്ച കാരണം കൊണ്ട് ഞാൻ പറയാം. അത് എത്രത്തോളം ശരിയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാലാകാലത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ആരാധനാലയം നിർമ്മിക്കുന്നതും അതിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് രണ്ടാമത് മാറ്റി വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു വർക്ക് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് മാറ്റി വയ്ക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പെയ്ഡ് ആയിട്ടിരിക്കുന്നത് കാണുന്നുള്ളത് പറഞ്ഞ അതന്നെ ഒരു ഉദാഹരണമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പണികളുണ്ട്. ഒരു പുതിയൊരു പള്ളി പണിതിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണ അതും കുറെ കഴിഞ്ഞതിന് ശേഷം മാറ്റുമ്പോൾ അത് ചെയ്ത പണികളെല്ലാം വീണ്ടും ചെയ്യാണ്. അപ്പൊ അത് കുറെയൊക്കെ അവര് റേറ്റ് നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൊരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കളർ ചെയ്തിരിക്കുന്ന കളറുകൾ സാധാരണ PU ഇനാമൽ പെയിന്റുകളായിരിക്കും. അത് കുറെ കഴിയുമ്പോൾ ഫെയ്ഡ് ആവും. വെയിലടിച്ച് ഇതൊക്കെ ആകുമ്പോൾ ഫെയ്ഡ് ആവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്ലാസ് പ്രിന്റിങ് ചെയ്യും. ഈ മുഖങ്ങൾ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കൈക്ക് വരയ്ക്കുന്നതാണെന്ന് പറഞ്ഞ് കാണിച്ചു. ഇത്ര ഇതിൽ ചെയ്യും ഫർണസിൽ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷെ അതിന് പകരം ഫിഗറുകളെല്ലാം പ്രിന്റ് ചെയ്യും. ഇപ്പോൾ ഗ്ലാസ് പ്രിന്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പ്രിന്റ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആവും. അതാണ് ഈ ഫർണസ്, ഇത്തരം ഫർണസുകൾ ചെയ്ത് അതിൽ ഈ കൃത്യമായിട്ടുള്ള ട്രഡീഷണൽ സ്റ്റെയിൻ ഗ്ലാസ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഫെയ്ഡ് ആവില്ല. ചേട്ടൻ നേരത്തെ പറഞ്ഞ ലൈഫ് ലോങ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ അങ്ങനെയും ചെയ്യുന്നുണ്ടല്ലേ ആൾക്കാർ? ഇനാമൽ പെയിന്റും ചെയ്യും, ഇതിനു മുകളിൽ ചെയ്യുന്നുണ്ട്. റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ചെയ്യും. ആ റേറ്റ് കുറച്ചാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടോന്നാണ് നോക്കേണ്ടത്. അതായത് നമുക്ക് ഏത് വലിയ സൈസ് ആയിരുന്നാലും വെച്ച് മെൽറ്റ് ചെയ്ത് ആ പെയിന്റ് മെൽറ്റ് ചെയ്ത് ഗ്ലാസ്സിലാക്കാനുള്ള ഫർണസുകൾ വേണം. വേണം. അതില്ലാത്ത സൗകര്യങ്ങളില്ലാത്തടുത്ത് പോയാൽ ഇനാമൽ ആയിരിക്കും അല്ലേ? പിന്നെ പെയിന്റ് ആയിരിക്കും ചെയ്യുന്നത്. അത് ഇതിലും ഉണ്ട് ഒത്തിരി തട്ടിപ്പുകൾ അല്ലേ? തട്ടിപ്പുകളുണ്ട്. ഇതിപ്പോ പൊന്തിച്ച് കാണിക്കാൻ നിർവാഹമില്ല. കാരണം ഇതിപ്പോ ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണത്. ഗ്ലാസ് ബെൻഡ് ചെയ്യാനിട്ടിരിക്കുക. എത്ര സമയം എടുക്കും നമുക്കൊരു ഗ്ലാസ് ബെൻഡ് ചെയ്യാനായിട്ട്? ഗ്ലാസ് ബെൻഡ് ചെയ്യാൻ ഏകദേശം ഒരു 2 മണിക്കൂർ വേണ്ടി വരും. പ്രോസസ്സ് ബെൻഡ് ആവാനുള്ള പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഒരു ദിവസം കഴിയണം, കൂളാവണം. അപ്പൊ ഗ്ലാസ് ബെൻഡ് ആവുന്ന ആ സമയം കൊണ്ട് ഒരു 1 ഡേ കൂളിങ്ങിനും വേണം. അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിപ്പോവും. അപ്പൊ ഇപ്പൊ ഇത് ഇന്ന് കഴിഞ്ഞാൽ നാളെ കാലത്താണ് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ചേട്ടാ, നമ്മൾ ഗ്ലാസ് ബെൻഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ ഗ്ലാസ് ബെൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കർവ് ചെയ്ത് കൊടുക്കുക അതല്ലേ? അതാണ്. അതായത് ഇപ്പോൾ സ്റ്റെയർ കേസ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുക? അതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിലെ തന്നെ ഫാബ്രിക്കേറ്റേഴ്സ് നമുക്ക് ടെംപ്ലേറ്റ്സ് കൊണ്ടുവരും. ഒരു ഓപ്ഷൻ അതുണ്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ ഡയറക്റ്റ് നമ്മളെ വിളിക്കാറുണ്ട്, നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് നമ്മുടെ ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ട്, അവർ പോയിട്ട് ടെംപ്ലേറ്റ്സ് എടുക്കും. ടെംപ്ലേറ്റ്സ് എടുക്കാന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ്. ഇതിപ്പോ ഒരു കസ്റ്റമർ കൊണ്ടുവന്നിട്ടുള്ളതാ. നമുക്ക് എങ്ങനെയാണോ ഷേപ്പ് വേണ്ടത് ആ ഷേപ്പിനനുസരിച്ച് ഇരുമ്പില് കമ്പിയിൽ ഇതേമാതിരി ഡൈ ടെംപ്ലേറ്റ് ആയിട്ട് കൊണ്ടുവരും.
ഓ, ഇത് ഫാബ്രിക്കേറ്റേഴ്സ് കൊണ്ടുവരുന്നതാണ്. ഫാബ്രിക്കേറ്റേഴ്സ് കൊണ്ടുവരുന്നതാണ്. ആ ആ അപ്പൊ ഇതിങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ഈ ഷേപ്പിനനുസരിച്ച് ഡൈ അടിക്കും. ഡൈ ചെയ്യും. അതിവിടെ നിങ്ങൾ ചെയ്യണം? ഇവിടെ ചെയ്യണം. അതവിടെ കാണിച്ചു തരാം. ഓക്കെ. ഇതെല്ലാം ഓൾറെഡി വർക്ക് കഴിഞ്ഞിട്ടുള്ള ആണ്. ഇതിപ്പോ നമ്മളിവിടെ ചെയ്യുന്ന ഡൈകളാണ്. ഓക്കെ. ഇങ്ങനെ ഡൈ അടിക്കും. ഇങ്ങനെ ഡൈ ചെയ്തതിന് ശേഷം ഇതെല്ലാം ഇപ്പൊ ഇത് ചെയ്യാനുള്ളതാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? ഇതിപ്പോ ഈ ഷേപ്പിൽ ഗ്ലാസ് ചെയ്യാനുള്ളതാ. അപ്പൊ കസ്റ്റമർ ഇതിനൊക്കെ ഒരു ഷേപ്പാണ് കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ. ഇത് മറ്റത് എന്താ പറയാ, ഫ്രെയിം ഡൈ കൊണ്ടുവരും. അത് ഡൈ അങ്ങനെ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പൈറലാണ്, തിരിഞ്ഞു പോകുന്ന സ്റ്റെയർ കേസ് ആണ്. അപ്പൊ ശരിക്കും അങ്ങനെ തന്നെ എടുക്കണം തിരിവിനനുസരിച്ച്. ഇത് പിന്നെ സാധാരണ സിയ, അപ്പൊ സാധാരണ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഷേപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ അപ്പൊ രണ്ട് സൈഡ് ഒരേപോലെ ആവുമല്ലോ. നമ്മൾ അതിനനുസരിച്ച് ഇവിടെ ഡൈ ചെയ്യും. മറ്റേ സ്പൈറൽ ആകുമ്പോഴത്തേക്ക് ഓരോന്നും അളവ് ഓരോന്നും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോന്നിനും ഓരോ ഡൈ ഉണ്ടാക്കി, ഓരോന്നിനും ഓരോ ഡൈ ഉണ്ടാക്കണം. അതാണ് അത്ര അധികം ഡൈ അവിടെ. ഈ ഡൈ ഉണ്ടാക്കിയതിന് ശേഷം ആ ഡൈ നിങ്ങൾക്ക് വേസ്റ്റ് അല്ലേ? പിന്നെ ആ ഡൈ വേസ്റ്റ് ആണ്. ഇത് പിന്നെ ഇപ്പോ നിലവിലിപ്പോ ഇത് കഴിഞ്ഞു. ഇത് ഇനി ഇതേമാതിരി ഏതെങ്കിലും ഒരു ഷേപ്പ് വന്നാൽ നമുക്ക് ഇതിന്ന് ഉപയോഗിക്കാൻ പറ്റും. അല്ലാന്ന് ഇതൊക്കെ പൊട്ടിക്കും. അതേമാതിരി അവിടെ കിടക്കണ മാതിരി അതൊക്കെ വേസ്റ്റ് ആയിട്ട് കിടക്കണതാ, പൊട്ടിച്ചിട്ടുള്ളതാണ്. അതേമാതിരി പൊട്ടിച്ചത് സ്ക്രാപ്പായി, പിന്നെ സ്ക്രാപ്പായത്. ഓ, അതാണ് ഇതിന് ഇത്രയും കോസ്റ്റ് വരുന്നത് അല്ലേ? ഇനി ഇതിന് മുകളിൽ ഗ്ലാസ് വെക്കുകയാണ്. എങ്ങനെയാണ് സൈസിന് കട്ട് ചെയ്ത് ഗ്ലാസ്? ഇതിപ്പോ ഇതിന്റെ സൈസിനനുസരിച്ച് ഗ്ലാസ്, ഇതിലൊരു ക്ലോത്ത് ഉണ്ട്. ആ ക്ലോത്ത് ഇതിൽ അപ്ലൈ ചെയ്യും. പിന്നെ അതിനുശേഷം ഫർണസിൽ കയറ്റി ഇതിന്റെ സൈസിനനുസരിച്ച് ഗ്ലാസ് വെച്ച് അത് ഹീറ്റർ ഓൺ ആയി അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഇരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ് അതിൽ വെച്ചേക്കും. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിറ്റേന്ന് എടുക്കാം നമുക്ക്. പിറ്റേ ദിവസം എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരാള് ലാസ്റ്റ് സമയത്ത് നോക്കിയിട്ട് ചിലപ്പോ ചില സമയത്ത് ആ സൈഡിൽ നിന്ന് ചിലപ്പോൾ വേഗം ഇറങ്ങി വരും. ഇതിന്റെ ഉള്ളിലേക്ക് ഇരിക്കുകയാണല്ലോ. അപ്പൊ അതങ്ങനെ ഇറങ്ങി അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ അതിൽ ഒരാൾ ഉണ്ടാവണം. ഹീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്. ഒരു സൈഡ് പലരും ധാരണയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഗ്ലാസ് വെച്ച് ഞാൻ ചൂടാൻ പാനിരുന്നു. പക്ഷെ നമുക്ക് അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ വേണം. അതിൽ വേണം. നമുക്ക് ബെൻഡ് ചെയ്ത ഗ്ലാസ് കാണിക്കാനുണ്ടാവും ഇവിടെ. ബെൻഡ് ചെയ്ത ഗ്ലാസ് എന്ന് പറഞ്ഞാലുണ്ട്. ഇത് ബെൻഡ് ചെയ്ത ഗ്ലാസ് ആണ്. ഇതിപ്പോൾ ഓൾറെഡി പോളിഷ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഇത് കൗണ്ടറിന്റെ ആണ്. അതായത് ഇതിവിടുന്ന് കട്ട് ചെയ്യാനുണ്ട്, 2 സൈഡ് കട്ട് ചെയ്യാനുണ്ട്. കട്ട് ചെയ്തിട്ട് ഒരു കൗണ്ടറിന്റെ 2 കോർണറിൽ വരുന്നതാണ്. കൗണ്ടറിന്റെ കോർണർ. ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്ത ആവശ്യക്കാർ ആരൊക്കെയാണ്? നമുക്ക് സ്റ്റെയർ കേസ് അല്ലാതെ ആരാണ് കസ്റ്റമേഴ്സ്? മെയിൻലി നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെയിൻലി സ്റ്റെയർ കേസുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേക്കറികളായിരുന്നു. ബേക്കറികളിലെ കൗണ്ടറുകൾ പഴയ കാലത്ത് വളർന്നിട്ടുള്ളതായിരുന്നു, ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റൈല് മാറി, ഇപ്പൊ സ്ക്വയറായി. പിന്നെ നമ്മുടെ ജ്വല്ലറികൾക്ക് ചെയ്യും. ജ്വല്ലറികൾക്ക് ജ്വല്ലറി കൗണ്ടറുകൾ 90 ഡിഗ്രി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. അതിപ്പോ ധാരാളം ചെയ്യുന്നുണ്ട്. പിന്നെ പോളിഷിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡറിൽ അതിന്റെ ടൂളുണ്ട്, അത് വെച്ച് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതില് ബെൽറ്റിൽ ചെയ്യും. ഇതിൽ വെച്ച് പോളിഷ് ചെയ്തെടുക്കും. ഇത് വെച്ചിട്ട് സ്മൂത്ത് ചെയ്തെടുക്കും. സ്മൂത്ത് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ബഫ് ചെയ്തിട്ടാണ് പോളിഷ് ചെയ്യുക. പിന്നെ നമ്മൾ ഗ്ലാസ് ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെയുള്ള അക്വേറിയങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ ബെൻഡ് ചെയ്തെടുക്കാം. 2 ബാക്കിലും അടിയിലും മാത്രമാണ് ജോയിന്റ് ഉണ്ടാവുള്ളൂ. 2 സൈഡ് കോർണർ കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു വേറെ ജോയിന്റ് കുറച്ച് ഭംഗി. ഇതിനിപ്പോ ധാരാളം ചെയ്ത് കൊടുക്കും. ഇതിപ്പോ ഏതാണ് സൈസ് വരുന്നത്? ഇത് ഒരു 3 അടി ഇങ്ങനെ ഉണ്ടാവും നീളം. നീളം തന്നെ വീതി 3 അടി, ഹൈറ്റ് ഒരു 1.5 അടി. അതേമാതിരി വിഡ്ത്തും ഒരു 1.5 അടി ഉണ്ടാവില്ല, 16 ഇഞ്ച്. ചേട്ടാ, ഈ സൈസ് ഒരു അക്വേറിയം നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കോസ്റ്റ് വരും? അതായത് കസ്റ്റമറിന് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഒരു 12,000 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 12,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ 12,000 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ? ഡെലിവറി ഇല്ല. ഡെലിവറിക്ക് എക്സ്ട്രാ വേറെ വരും. അതായത് ഇവിടെ വന്ന് കൊണ്ടുവന്ന റേറ്റ് ആണ് പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 12,000 രൂപയ്ക്ക് ഇതിലുള്ള ഒരു അക്വേറിയം വാങ്ങിക്കാം. ഇതിപ്പോ നേരത്തെ ഞാൻ ടെംപ്ലേറ്റ് ഇവിടെ കാണിച്ചല്ലോ, കസ്റ്റമർ കൊണ്ടുവരണ. അതെ, സ്പൈറൽ എന്ന് പറഞ്ഞു. സ്പൈറൽ എന്ന് പറഞ്ഞത്. ഇത് അതേമാതിരി ഒരു സ്പൈറലിൽ സ്റ്റെയർ കേസിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഇത് 15 mm ഗ്ലാസ് ആണ്. അതേമാതിരി കൊണ്ടുവന്നിട്ടുള്ളത് ഡൈ ചെയ്തതിന് ശേഷം ഫർണസിലിട്ട് ബെൻഡ് ചെയ്ത് വരുമ്പോൾ ഇതേമാതിരി ഗ്ലാസ് ഉണ്ടാവും. പോളിഷ് ചെയ്തെടുത്താണോ ഇത്? പോളിഷ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വരും. ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ അവിടെ സൈറ്റില് വർക്ക് കുറച്ച് ടൈം ആയ കാരണം കൊണ്ട് ഇതിപ്പോ ഇവിടെ ഇങ്ങനെ
കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ജ്വല്ലറികൾക്കുള്ള 90 ഡിഗ്രി കൗണ്ടർ ചെയ്യുന്നു എന്നുള്ളത് ഗ്ലാസ്, അത് ഇത്തരം വർക്കുകളാണ്. അതിപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് മടങ്ങിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇരിക്കും. അപ്പോൾ ഇവിടെ ജോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളിലേക്ക് നല്ല വിസിബിളായിട്ട് ഉള്ളിലേക്ക് കാണാൻ പറ്റും. ഉള്ളിൽ കാണാൻ പറ്റും. അതെ അതെ. ഓ, ഇങ്ങനെയുള്ള കൗണ്ടറുകൾ ഇങ്ങനെയാണ് ബെൻഡ് ചെയ്താണ് എടുക്കുന്നത് അല്ലേ? പലയിടത്തും ചെല്ലുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അത് അങ്ങനെ ബെൻഡ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ബെൻഡ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയുള്ള വർക്കുകൾ നമുക്കിപ്പോൾ കേരളത്തിൽ എവിടെയായിരുന്നാലും പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. കേരളത്തിൽ എവിടെയായിരുന്നാലും ചെയ്ത് കൊടുക്കാം. ചേട്ടാ, ഇതെന്ത് വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത്? ഇത് ഗ്ലാസ് മൊസൈക്ക് ആണ്. ഗ്ലാസ് മൊസൈക്ക് അല്ലേ? ചെറിയ ചെറിയ പീസുകൾ ഒട്ടിച്ചൊട്ടി ചെയ്യുന്ന വർക്കാണ് അത്. ഓക്കെ ഓക്കെ. ഇത് ചുവരിലേക്ക് അത് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പള്ളികളായാലും മെയിനായിട്ട് പള്ളികളിലാണ് ചെയ്യുന്നത്. ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ വർക്കാണ് ചെയ്യുക. ചെറിയ ചെറിയ പീസുകൾ ഒട്ടിച്ചിട്ട് രൂപങ്ങളോ എന്താണ് അവിടുത്തെ ആവശ്യം കഴിഞ്ഞാൽ അതാണ് ഒട്ടിച്ച് ചെയ്യും. ഇത് പഴയ ട്രഡീഷണൽ രീതി തന്നെയാണ്. ട്രഡീഷണൽ രീതി തന്നെയാണ്. ഇത് നമുക്ക് എല്ലായിടത്തും പറയുന്നത് പോലെ ചെയ്ത് കൊടുക്കാമല്ലോ. വലിയ ഏരിയ ആണെങ്കിലും എത്ര വലിയ ഏരിയ ആണെങ്കിലും ചെയ്യാം, നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്കിപ്പോൾ ഇത് 27ാമത്തെ വർഷമാണത്. 27 വർഷമായി ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്. ഗ്ലാസ് എൻ്റെ ഇന്റീരിയർ കാലഘട്ടം, അതായത് ഗ്ലാസ് എച്ചിങ് തുടങ്ങി ആ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ കാലം മാറുന്നതനുസരിച്ച് ഗ്ലാസ് ഫീൽഡിലുള്ള ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് മാറി ഇപ്പൊ ഞങ്ങൾ ഗ്ലാസ് വെൻഡിങ്, ഇപ്പൊ സ്റ്റേയിങ് ഗ്ലാസ്, ഈ ഇപ്പോഴത്തെ ട്രെൻഡിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞങ്ങൾ പിന്നെ 3 പാർട്ണർമാരാണ്. ഇത് പാർട്ണർഷിപ്പ് ബേസിൽ പോകുന്നതാണ് അല്ലേ? പാർട്ണർഷിപ്പ് ബേസിൽ പോകുന്നതാണ്. മൂന്നാളാണ് ഉള്ളത്. ഞാൻ, എൻ്റെ പേര് സുനിൽ കുമാർ, പിന്നെ രാമചന്ദ്രൻ, ജയസൂര്യ. ഞങ്ങൾ 3 പേര് നാട്ടുകാരാണ്, റിലേറ്റീവ്സ് ആണ്. അതെ അല്ലേ? ഓക്കെ. പിന്നെ ചേട്ടാ, നമുക്ക് ഇപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും വാട്സാപ്പിൽ നിങ്ങൾക്കൊരു ഇത് അയക്കുന്നു. ഞാൻ പ്രൈസ് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് ഇതിന് ഒരു പ്രൈസിങ് അങ്ങനെയല്ലല്ലോ. ഞാൻ സ്ക്വയർ ഫീറ്റിന് പോലും പ്രൈസ് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഡിസൈൻ അനുസരിച്ച് പ്രൈസ് പറയാൻ പറ്റും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പലർക്കും പല ഡിസൈൻ ആയിരിക്കും. അതെ. അപ്പൊ ഒരു കസ്റ്റമർ തരുന്ന ഡിസൈൻ അവര് അടുത്തൊരാൾ തരിക. അതിൽ ചിലപ്പോൾ ചിലത് സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും, ചിലത് കോംപ്ലിക്കേറ്റഡ് ഉള്ളതായിരിക്കും. നേരത്തെ ഞാൻ അവിടെ ഒന്ന് കാണിച്ചു തന്നു, നമുക്ക് കുറച്ച് നാളെ തുടങ്ങിയിട്ടുണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സൈസുകൾ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചാണ് നമുക്ക് റേറ്റ് കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഒരു കസ്റ്റമർ നമുക്കൊരു ഡിസൈനും അതിൻ്റെ ഒരു അളവും തന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമുക്ക് അത് എത്ര കുറച്ച് ചെയ്യാൻ പറ്റും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർത്തു കൊടുക്കാൻ പറ്റുന്ന കാൽക്കുലേറ്റ് അതിനനുസരിച്ചാണ് നമ്മൾ കൊട്ടേഷൻ കൊടുക്കാറ്. ഒരു എസ്റ്റിമേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് സൈസും ഡിസൈനും എസ്റ്റിമേറ്റ് അല്ല, കറക്റ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ബന്ധപ്പെടണം. അതായത് നിങ്ങൾ വർക്കിങ്ങിന് ഒത്തിരി ടൈം എടുക്കുന്നതല്ലേ? അതെ. നിങ്ങൾ നേരത്തെ കോൺടാക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്നൊരു വർക്ക് ചെയ്യാൻ നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ഈ ഒറിജിനൽ സ്റ്റേയിങ് ഗ്ലാസ് ആണെങ്കിൽ അതിന് ടൈം കുറച്ച് അധികം വേണ്ടി വരും. അത് നേരത്തെ പറയണം. പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഗ്ലാസ് പെയിന്റ് ചെയ്യണ മാതിരി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ ഒന്ന് കോൺടാക്ട് നമ്പർ നിങ്ങൾ കൊടുക്കാമല്ലോ. കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, വളരെ ഉപകാരം ചേട്ടാ. ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് അധികം ആൾക്കാരും അറിഞ്ഞിട്ടില്ലാത്തൊരു ഫീൽഡാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഇതേമാതിരി ഡോറിനൊക്കെ ചെയ്യുന്ന ഇതുണ്ടല്ലോ, ഇതിപ്പോ ഏറ്റവും കൂടുതൽ ചെയ്യണത് ബാംഗ്ലൂര്, ഹൈദരാബാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ അവിടെ അങ്ങനെ അധികം ആൾക്കാര് അറിയാണ്ടാണോ അതോ ഇതിന്റെ റേറ്റ് കേട്ടിട്ടാണോ, ചിലപ്പോൾ റേറ്റിൻ്റെതായിരിക്കാം, പറയാൻ പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് സ്ഥിരമായിട്ട് ബാംഗ്ലൂർക്കൊക്കെ ചെയ്തു കൊണ്ടുവന്ന ബിൽഡേഴ്സ് ഉണ്ട്. അവര് ഇപ്പൊ നമുക്ക് ഇത് നമ്മളെ ഇങ്ങോട്ട് ഒത്തിരി ആൾക്കാർക്ക് അറിയത്തില്ല ഇങ്ങനൊരു ഇത് ചെയ്യാം, ഇങ്ങനെ ചെയ്തെടുക്കാന്ന് അറിയത്തില്ല. അപ്പൊ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. വീടുകളിലായിരുന്നാലും എല്ലാം ചെയ്തു കൊടുക്കാം.